ഉത്തരപ്പള്ളിയാറിന്റെ പുനരുജ്ജീവനം സജീവ ചർച്ചയാകുമ്പോൾ ആശങ്കയിലായത് ആറൊഴുകിയിരുന്ന സ്ഥലത്തെ ഇന്നത്തെ താമസക്കാരാണ്. ആറിന്റെ ഭൂമി എന്നറിയാതെയാണ് പലരും വസ്തു വാങ്ങിയതും അവിടെ വീട് വെച്ച് താമസം തുടങ്ങിയതും. പമ്പയെയും അച്ചൻകോവിലാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 18 കിലോമീറ്റർ നീളത്തിലാണ് ഉത്തരപ്പള്ളിയാർ ഒഴുകിയിരുന്നത്. ഉത്തരപ്പള്ളിയാർ കാണാനില്ല. ഇപ്പോ അന്വേഷിച്ച് ചെന്നപ്പോ അതിന്റെ മുകളിൽ 2 നില കെട്ടണം, 3 നില കെട്ടണം, 4 നില കെട്ടണം ഒക്കെ പണിത് സുഖമായിട്ട് ജീവിക്കുകയാണ്. ഒന്നാന്തരം നദി, 10-50 മീറ്റർ വീതിയുള്ള നദി കാണാനില്ല. എല്ലാം എടുത്തിരിക്കുകയാണ്, കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം MLA എന്നതിന് ഞാൻ തീരുമാനിച്ചു, ഈ നദിയെല്ലാം, ഈ കൈവശപ്പെടുത്തിയെല്ലാം പുനർജീവിപ്പിക്കേണ്ടത് ചെങ്ങന്നൂരിലെ ജനങ്ങളുടെ ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി എന്ത് ആക്ഷേപമുണ്ടായാലും എന്ത് തരത്തിലുള്ള എതിർപ്പുണ്ടായാലും അതിനെ നേരിട്ട് നടപ്പാക്കണമെന്ന് തീരുമാനമെടുത്തു. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഞാനൊരു കാര്യം പറയാം, വരട്ടാർ ഒഴുകിയിരിക്കും എന്ന കാര്യം ഉറപ്പിച്ചു പറയാനാകില്ല. ഉത്തരപ്പള്ളിയാർ ഒഴുകിയിരുന്ന സ്ഥലത്ത് വർഷങ്ങളായി ഞങ്ങൾ താമസിക്കുന്നു. 4 സെന്റ് സ്ഥലം എന്റെ അച്ഛൻ കാശ് കൊടുത്തു വാങ്ങിയതാണ്. അത് എനിക്ക് അച്ഛനും അമ്മയും തന്നു. അവിടെയാണ് ഞാനും മക്കളും താമസിക്കുന്നത്. ചെറിയനാട് കുളിക്കാമ്പാലം ചരുവിള പുത്തൻ വീട്ടിൽ ഷേർളി പറയുന്നു. ഇപ്പൊ 4 സെന്റ് ഭൂമിയുണ്ട്. ഇപ്പൊ സർക്കാർ ഇറങ്ങാൻ പറഞ്ഞാൽ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും, അല്ലാതെ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഉത്തരപ്പള്ളി ആറ് വരുന്നെന്ന് പറയുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും. ഞങ്ങൾ എന്താ വേണം? സർക്കാർ ഇതിന്റെ ഉത്തരം പറയണം. ഞങ്ങൾക്ക് ഇതിന്റെ നഷ്ടപരിഹാരം തന്നെങ്കിലേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങത്തുള്ളൂ, അല്ലാതെ ഞങ്ങൾ ഇറങ്ങത്തില്ല. ഞങ്ങൾക്ക് ആകെ ഉള്ളത് 4 സെന്റ് ഭൂമിയാണ്. ഇത് കളഞ്ഞിട്ട് പോയാൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരിടവും ഇല്ല. അതുകൊണ്ട് ഇത് സർക്കാർ ഞങ്ങൾക്ക് പകരം ഇത് സ്ഥലവും വീടും തരുവാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങാം, അല്ലാതെ ഞങ്ങൾ ഇറങ്ങത്തില്ല. ഉത്തരപ്പള്ളിയാർ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ആറിന്റെ പുനരുജ്ജീവനത്തിന് ചുക്കാൻ പിടിക്കുന്ന ആല റൂറൽ ഡെവലപ്മെന്റ് കൾച്ചറൽ സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഉത്തരപ്പള്ളിയാർ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഞങ്ങള് കേരള ഹൈക്കോടതിയിലെ 2 കേസുകൾ കൊടുത്തു. ഒരു കേസിന്റെ വിധിയായി. ആ കേസിന്റെ വിധിയുടെ അടിസ്ഥാനത്തില് സംസ്ഥാന സർക്കാർ 2022 നദി പുനരുജ്ജീവിപ്പിക്കാനും കോടതി ഉത്തരവ് നടപ്പാക്കാനും വേണ്ടി ഉത്തരവായിട്ടിരുന്നത്. പക്ഷേ ഇത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും നടപ്പാകുന്നില്ല. ഇത് അനധികൃതമായ കയ്യേറ്റവും പതിച്ചുകൊടുക്കലും ഇതിന് പിന്നിലുണ്ട്. ഇപ്പോൾ ഈ കൈവശമിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് മിടുക്കന്മാരായ ഇതിന്റെ കയ്യേറ്റം ഭൂമി കയ്യേറി പതിപ്പിച്ച് വാങ്ങിച്ചവരെ, അല്ലെങ്കിൽ അവരെ സാധാരണ ആളുകളെ കബളിപ്പിക്കുക ചെയ്തത്. അവര് നിരപരാധികളാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഈ പുഴ കൈയുടെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ കുറഞ്ഞ ആളുകളായിട്ട് കുറഞ്ഞ വിലയ്ക്ക് ഭൂമി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവർ വാങ്ങിച്ചവരാണ്. യഥാർത്ഥത്തിൽ അവരാരും ഭൂമിയുടെ ഈ കയ്യേറ്റക്കാരല്ല. അതുകൊണ്ട് പുഴ പുനർജീവിപ്പിക്കാൻ വേണ്ടി കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സർക്കാർ അതിനുവേണ്ടി നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 23-ാം തീയതി ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലെ റവന്യൂ സംഘം ഇവിടെ വന്ന് ഇതൊക്കെ അന്വേഷിക്കാൻ ചെയ്തിരുന്നു. അപ്പൊ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു നദി ഉണ്ടായിരുന്നു, ആ നദി പുനർജീവിപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ ഉദ്ദേശം. അത് പുനർജീവിപ്പിക്കാൻ വേണ്ടിയുള്ള എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ വന്നത്. മന്ത്രി സഹിച്ചവരാണെന്നൊരു പറഞ്ഞതെന്നറിയാവോ, 5 മീറ്റർ വീതിയിൽ ഉത്തരപ്പള്ളിയാർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുനർജീവിപ്പിക്കും. വീതിയുള്ള സ്ഥലങ്ങളിൽ അത്രയും വീതിയും, ഇല്ലാത്ത സ്ഥലങ്ങളിൽ 5 മീറ്ററെങ്കിലും വീതിയിൽ ഉത്തരപ്പള്ളിയാർ വെള്ളം ഒഴുകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ്. ഈ നദിയുടെ തീരത്ത് താമസിക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് ഈ ആറ്റിലെ മലിനജലം കുടിച്ചിട്ട് ക്യാൻസർ രോഗമുള്ളത് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന ഇതാണ്. അതുകൊണ്ട് ഈ നദി ഉണ്ടാകണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. സർക്കാർ അതിനുള്ള നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, പാവങ്ങളായ കുറേയേറെ ആളുകൾ വഞ്ചിക്കപ്പെട്ട് ഈ സ്ഥലം വാങ്ങി ഈ ഉത്തരപ്പള്ളിയാറ്റിൽ വീട് വെച്ചിട്ടുണ്ട്. അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ചെറിയനാട് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, നെടുവരങ്കോട് മഹാദേവ ക്ഷേത്രം, കുതിരവട്ടം ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉൾപ്പെടെ 5ഓളം ക്ഷേത്രങ്ങളുടെ ആറാട്ട് ഇപ്പോഴും നടക്കുന്നത് ആല പഞ്ചായത്തിൽ അവശേഷിപ്പിക്കുന്ന ഉത്തരപ്പള്ളിയാറ്റിലെ നെടുവരംകോട് ആറ്റുകടവിലാണ്. വെള്ളം കുറവാകുന്ന വേളയിൽ പുറത്തുനിന്നും ജലം കടവിലേക്ക് എത്തിച്ചാണ് ഈ ക്ഷേത്രങ്ങളിലെ ആറാട്ട് നടത്തിപ്പോരുന്നത്. 5 പഞ്ചായത്തുകളിലെ 100 കണക്കിന് പാടശേഖരങ്ങളുടെ ജലസ്രോതസ് എന്നതിനൊപ്പം മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളുമായി ആറിന് ബന്ധമുള്ളതിനാൽ ഒരു പുണ്യനദി പരിവേഷവും ഉത്തരപ്പള്ളിയാറിനുണ്ട്.
രൂക്ഷമായ കയ്യേറ്റത്തെ തുടർന്ന് ഒഴുക്ക് നിലച്ച ഉത്തരപ്പള്ളിയാറിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ, പഞ്ചായത്ത്, ഇറിഗേഷൻ, PWD എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് സംയുക്ത പരിശോധന നടത്തിയിരുന്നു. അടുത്ത മാസമാണ് പഠനം നടത്തിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. വെൺമണി, ആല, ചെറിയനാട്, പുലിയൂർ, എണ്ണക്കാട് വില്ലേജുകളിലൂടെ ഒഴുകുന്ന ആറിന്റെ 10 കിലോമീറ്റർ ഭാഗം ഇപ്പോൾ നേർത്ത നീർച്ചാൽ മാത്രമാണ്. കുളിക്കാംപാലം മുതൽ 2 കിലോമീറ്റർ ദൂരം ആറ് പൂർണ്ണമായും അപ്രത്യക്ഷമായി. എന്നാൽ ആറ് ഒഴുകിയിരുന്നതിന്റെ അടയാളങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ കാണാം. പഴയ കുളിക്കാംപാലം ചന്തയിൽ നിന്ന് കുട്ടനാട്ടിലേക്ക് കപ്പ ഉൾപ്പെടെയുള്ള ചരക്കുകൾ എത്തിച്ചിരുന്നത് ഈ ആറിലൂടെയായിരുന്നുവെന്ന് പഴമക്കാരും പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.